ബി മാജിക്കിന്റെ 2272ാമത് സൂം മീറ്റിംഗിലേക്ക് എല്ലാവരെയും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇമ്മോർട്ടാലിറ്റി പ്രൊജക്ട്സ് എന്ന ടോപ്പിക്കിനെ പറ്റി നമുക്ക് വേണ്ടി ഇന്ന് സെഷൻ എടുക്കുന്നത് NLP സർട്ടിഫൈഡ് ട്രെയിനറായ പ്രവീണ മാം ആണ്. വെൽക്കം മാം. ഗുഡ് മോർണിംഗ്. താങ്ക് യു കൃഷ്ണ. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മുടെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഇമ്മോർട്ടാലിറ്റി പ്രോജക്ട്സ്. എന്താണ് അതിനെ കുറിച്ച് നമുക്കൊന്ന് കേട്ടു നോക്കാം. കഴിഞ്ഞ ദിവസം ന്യൂസ് പേപ്പറിൽ ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്ത ഫ്രണ്ട് പേജിൽ തന്നെ ഉണ്ടായിരുന്നു. അതായത് ഒരു വ്യക്തി, ഒരു 18 വയസ്സുകാരൻ ഒരു ബൈക്കിൽ നിന്ന് വീണ് റോഡിൽ മണിക്കൂറുകളോളം അല്ലെങ്കിൽ കുറെ സമയത്തോളം രക്തം വാർന്ന് മരിച്ചതിനെ കുറിച്ചാണ് ആ ഒരു റിപ്പോർട്ട് പേപ്പറിൽ ഉണ്ടായിരുന്നത്. അപ്പൊ അതില് എഴുതിയിരിക്കുന്ന ഒരു വലിയൊരു ഹെഡിങ് എന്ന് പറയുന്നത്, അവിടെ ഇത്രയും പേരുണ്ടായിട്ട് പോലും മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു കാര്യത്തിന് ഒരു ഇമ്പോർട്ടൻസും ഉണ്ടായില്ല എന്നുള്ളത്. ആ വീണ സമയത്ത് ഒരു പക്ഷെ ഹോസ്പിറ്റലിൽ എത്തിച്ചിരുന്നെങ്കിൽ അവരുടെ ജീവൻ നമുക്ക് രക്ഷിക്കാമായിരുന്നു. ആ കുടുംബത്തിന്റെ ഒരു ഭാഗമാകാൻ നമുക്ക് സാധിക്കുമായിരുന്നു. പക്ഷെ നമുക്കപ്പോഴും പലപ്പോഴും ആ വഴി കടന്നുപോയ ഒരു വാഹനങ്ങൾക്ക് പോലും, അല്ലെങ്കിൽ അവിടെ കണ്ടു നിന്ന പല വ്യക്തികൾക്ക് പോലും അതിന് ആ സമയത്ത് ആ രീതിയിൽ ചിന്തിക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. എല്ലാവരും ഇതിന്റെ അപ്പുറത്തുള്ള ഒരു കാര്യത്തെ കുറിച്ചാണ് ഭയപ്പെട്ടുകൊണ്ടിരുന്നത്. ആ വ്യക്തിയെ ഒരു പോലീസ് സ്റ്റേഷൻ, അത് ഹോസ്പിറ്റലിൽ എത്തിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് നമ്മളുടെ ചുമതലയാകും എന്നൊരു തോന്നലായിരിക്കാം, അല്ലെങ്കിൽ അത് നിയമപരമായി എന്നെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യത്തിലേക്ക് പോകും എന്ന ഒരു കാര്യത്തിനെ കുറിച്ച് ചിന്തിച്ചതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ ഇതിൽ നിന്ന് പിന്നോട്ട് മാറിയതെന്ന് നമുക്കൊരു പക്ഷെ ചിന്തിക്കാൻ സാധിക്കും. എന്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ നമ്മൾ ചിന്തിച്ചു പോയതെന്ന് വെച്ചാൽ, നമ്മളെല്ലാവരും ഈ പറഞ്ഞ പോലെ ഇമ്മോർട്ടാലിറ്റി പ്രൊജക്ടിന് പിന്നാലെയാണ്. നമ്മളിപ്പോ ഒരു ഓണത്തിന്റെ ഒരു തിരക്കൊക്കെയാണ്. ഈ തിരക്ക് എന്ന് പറഞ്ഞാൽ എവിടെയാ ഈ തിരക്ക്? ഇപ്പൊ കോഴിക്കോട് മാനാഞ്ചിറ മൈതാനത്തിന്റെ ഉള്ളിലൊന്നും തിരക്കില്ല, അതിന്റെ പുറത്തൊക്കെയാണ് തിരക്ക്. എല്ലാവരും ഷോപ്പിങ്ങിലാണ്, എല്ലാവരും ടെക്സ്റ്റൈൽ ഷോപ്പിന്റെ ഉള്ളിൽ വേണമെങ്കിൽ പറയാം. അതാണ് ശരിക്കും പറഞ്ഞ സത്യാവസ്ഥ. അതായത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു കടയിലേക്ക് കയറി ചെല്ലുമ്പോൾ, നമ്മളൊരു പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ ആവശ്യം എന്തായാലും ശരിക്കും പറഞ്ഞാൽ ഒരു ഡ്രസ്സ്, അത്രേ നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. ആ പോയ നമ്മൾ വരുന്നത് ഒരുപാട് സാധനങ്ങൾ മേടിച്ചു കൂട്ടിയിട്ടാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇതിനുള്ള കാരണവും ഇമ്മോർട്ടാലിറ്റി പ്രൊജക്റ്റുമായി നമ്മൾ നടക്കുന്നതുകൊണ്ടാണെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പൊ എന്താണ് ഈ ഇമ്മോർട്ടാലിറ്റി പ്രൊജക്ട്? ഒരു പക്ഷെ നമ്മുടെ ജോലി സമയത്ത് പോലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇന്ന് നമ്മുടെ ഒരു ഓഫീസിലാണെങ്കിൽ, നിങ്ങളൊരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നുള്ള, ഈ ഒരു ഫയൽ ചിലപ്പോൾ ഒരു അത്യാവശ്യമുള്ള ഒരു ഫയലായിരിക്കും നിങ്ങളെ തേടി നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുണ്ടാവുക. അത് നാളെ ചെയ്ത് കിട്ടിയാൽ അത്രയും ആശ്വാസം എന്ന് പറയുന്ന ഒരു ഫയലായിരിക്കും, നിങ്ങളുടെ ഒരു ഒപ്പോട് കൂടിയിട്ട് പെട്ടെന്ന് അതിന് പരിഹാരം കാണാൻ പറ്റിയ ഒരു ഫയലായിരിക്കും നിങ്ങളുടെ മുന്നിലേക്ക് ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കും, ഇത് അത്ര ഉദ്ദേശമൊന്നുമില്ല, നാളെ ചെയ്തു കൊടുക്കാം. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത് വെച്ചാൽ, ഇതിന് പിന്നിൽ കാരണം ഇമ്മോർട്ടാലിറ്റി പ്രൊജക്റ്റ് ആണ്. എന്തിനാണ് ഞാൻ ഈ വേർഡ് ഇടയ്ക്കിടയ്ക്ക് പറയുന്നതെന്ന് വെച്ചാൽ, ഇത് നമ്മളുടെ മനസ്സിലൊന്ന് പതിഞ്ഞ് ഇരിക്കേണ്ട ഒരു സാധനമാണ് ഈ ഇമ്മോർട്ടാലിറ്റി പ്രൊജക്റ്റ്. അതായത് നമ്മൾ എല്ലാവരും ചിന്തിക്കുന്നത് വി വിൽ ലിവ് ഫോർ എവർ. അതാണ് ഇമ്മോർട്ടാലിറ്റി പ്രൊജക്ടിന്റെ ഒരു പ്രത്യേകത. ശരിക്കും പറഞ്ഞാൽ ഒരു മരണത്തെ കുറിച്ച് നമ്മൾ എപ്പോഴാണ് ചിന്തിക്കുന്നത്? പലപ്പോഴും ഒരു 50 വയസ്സ്, ഒരു 60 വയസ്സിലേക്ക് കടക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ഒരു റിട്ടയർമെന്റ് കഴിയുമ്പോഴാണ്, ഇനിയിപ്പോ മരണത്തിന് ഇനി ഒരു അടുത്തൊരു ഘട്ടത്തിലേക്ക് പോകാനുള്ള സമയമായത് പലപ്പോഴും ചിന്തിക്കുന്നത്. ഇന്ന് ഇരിക്കുന്ന എനിക്ക് ഇപ്പൊ അടുത്ത മൊമെന്റിൽ ഇത് സാധിക്കും, അല്ലെങ്കിൽ അടുത്ത മൊമെന്റ് ചിലപ്പോൾ ഇത് സംഭവിക്കാം എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. കാരണം നമ്മൾ ഇമ്മോർട്ടാലിറ്റി പ്രൊജക്ടിന് പിന്നിൽ എനിക്ക് അമരത്വമുണ്ട്. ഞാനൊരു 50-60 വയസ്സ് വരെ, 70-80 വയസ്സ് വരെ ഞാൻ ജീവിക്കും എന്നൊരു തോന്നലാണ്. ഒരു പക്ഷെ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോകുമ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വാങ്ങിയിട്ടാണോ പോരുന്നത്? അല്ല, അവിടെ നമ്മൾ വേറൊന്ന് കാണുമ്പോൾ നമ്മൾക്ക്, ഇത് ഇത്ര വിലയല്ലേ ഉള്ളൂ, ഇനിയിപ്പോ നാളെ ഇതിന് വില കൂടിയാൽ ഇതാണ്. അതായത് ഇപ്പൊ വാങ്ങിയാൽ ഇത് നടക്കും, നാളെ, അതായത് പിന്നെയും ചിന്തിക്കുന്നത് ഇമ്മോർട്ടാലിറ്റി പ്രൊജക്ടിന്റെ പിന്നെ ഐ വിൽ ലിവ് ഫോർ എവർ. ഇതൊക്കെ അവിടെ തന്നെ ഉണ്ടാകും. ഒരു പക്ഷേ ഈ ഷോപ്പിങ്ങിന്റെ സമയത്ത് നമ്മൾ ചിന്തിക്കും, ഇതൊക്കെ അവിടെ തന്നെ ഉണ്ടാകും, എനിക്കിപ്പോ
ഇപ്പോ ആവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. റിലേഷൻഷിപ്പിൽ പോലും ഈ ഇമോർട്ടാലിറ്റി പ്രൊജക്ട് സംഭവിക്കുന്നില്ലേ? പക്ഷെ ഇത് സംഭവിക്കുന്നില്ല എപ്പോ നമ്മളൊരു പുതിയൊരു ബന്ധത്തിലേക്ക് കടക്കുമ്പോൾ, അതായത് ഒരു പുതിയൊരു വിവാഹ ബന്ധത്തിലേക്ക് നമ്മൾ കടക്കുക. ആ വിവാഹത്തിന്റെ ആദ്യ ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ആദ്യത്തെ ഒരു വർഷങ്ങളിൽ നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് എന്താണ്? ഇമ്മോർട്ടാലിറ്റി പ്രോജക്റ്റ് അല്ല, ആ നിമിഷങ്ങളെ കുറിച്ചാണ്. കാരണം ഒരു വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാർട്ട്ണർ, നമ്മൾ ജോലിക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം വീട്ടിലെത്തിയാൽ നമ്മൾ അന്വേഷിക്കുന്നത് നമ്മുടെ പാർട്ട്ണറെ കുറിച്ച്, തേടുന്നത്, നമ്മുടെ കണ്ണുകൾ തേടുന്നത് പോലും അവരെ കുറിച്ചാണ്. കാരണം ഇൻ ദ മൊമെന്റ്, ആ മൊമെന്റിൽ അവരെ കാണണം, അവരോട് സംസാരിക്കണം എന്നൊരു രീതിയിലുള്ള ആ നിമിഷത്തെ കുറിച്ച് മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ തിരിച്ച് ഒരു 40 വയസ്സ് അല്ലെങ്കിൽ 30-35 വയസ്സ്, കുറച്ച് കഴിയും, ഒന്നും വേണ്ട 2-3 വർഷം അങ്ങോട്ട് കഴിയുമ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നത് അങ്ങനെ ഒരു കണ്ണുകളുമായിട്ടാണോ? നമ്മൾ തിരയുന്നത് അതാണോ? അല്ല, ഇതിനിപ്പോ ഈ ജീവിതകാലം മുഴുവൻ ഇതിങ്ങനെ പോകും എന്നൊരു ചിന്തയിലാണ്. നാളെ ഈ വ്യക്തി കൂടെ ഉണ്ടാകും എന്ന് നമുക്ക് എന്താണ് ഉറപ്പ്? അപ്പൊ അങ്ങനെ ജീവിക്കണം എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഒരു വ്യക്തി എത്തിയാൽ ഇന്ന് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇന്ന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് റിലേഷൻഷിപ്പിലാണെങ്കിൽ പോലും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു നമ്മളൊരു പൊതു സമൂഹത്തിൽ എത്തിയാൽ പോലും ഇന്ന് ഇപ്പോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, നാളെ ഇത് ചെയ്യാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ മാറ്റി വയ്ക്കുന്നത് നാളെ ചെയ്യാം, നാളെ ഞാൻ ഉണ്ടാകുമോ എന്ന് എനിക്ക് ഉറപ്പില്ല. കാരണം ഉറപ്പ് ഞാൻ കൊടുക്കുന്നത് എന്റെ ഉള്ളിലുള്ള അറിയാതെ പോയ ഇമ്മോർട്ടാലിറ്റി പ്രോജക്റ്റ് ആണ്. ഞാൻ നാളെ ജീവനോടുകൂടി ഉണ്ടാവും, അപ്പൊ പിന്നെ നാളെ ചെയ്താൽ മതിയല്ലോ. അത് പക്ഷെ എന്തും ആകാം, റിലേഷൻഷിപ്പ് ബിൽഡപ്പ് ചെയ്യുന്നതിലും നമ്മുടെ പ്രയോറിറ്റികളിലും ഒക്കെ അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവിടെ അമരത്വം എന്ന കാര്യമല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. നാളെ ഇല്ല എന്നുള്ള രീതിയിലാണത്രേ ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. എത്രത്തോളം നമുക്ക് അത് സാധിക്കും എന്ന് എനിക്കറിയില്ല. കാരണം ഇതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞപ്പോൾ പലപ്പോഴും ഒരുപാട് ചോദ്യങ്ങളാണ് മനസ്സിലേക്ക് വരുന്നത്. എന്നാലും നമ്മൾ ഭാവിയെക്കുറിച്ച്, ഒരു ഗോളിനെ കുറിച്ച് സെറ്റ് ചെയ്യണ്ടേ എന്ന് ചോദിച്ചാൽ വേണ്ട എന്നല്ല പഠനങ്ങൾ പറയുന്നത്. അതെല്ലാം ആകാം. പക്ഷെ അതിനു വേണ്ടി ഇന്ന് ഞാൻ എന്ത് ചെയ്തു, ഓരോ നിമിഷവും, അല്ലെങ്കിൽ അതിനു വേണ്ടി ഇന്ന് ഞാൻ പ്രയോറിറ്റൈസ് ചെയ്ത ആ ഗോള് കംപ്ലീറ്റ് ആക്കാൻ, ആ ഗോള് പൂർത്തീകരിക്കാൻ ഞാൻ ഇന്ന് സെറ്റ് ചെയ്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഞാനത് സെറ്റ് ചെയ്തില്ല, ഇന്ന് കംപ്ലീറ്റ് ചെയ്തില്ല. പിന്നെ എങ്ങനെയാണ് ആ ഗോള് ദിവസങ്ങൾക്കപ്പുറം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്? അതും നമ്മൾ വിചാരിക്കുന്നത് ഇന്നല്ലെങ്കിൽ ഇന്ന് കുഴപ്പമില്ല, ഇത് നാളെ ചെയ്താലും മതി. എല്ലാം നമ്മൾ നാളേക്ക് മാറ്റുന്ന പല കാര്യങ്ങളും നമ്മുടെ മുന്നിൽ നടക്കുന്നുണ്ട്. ഒരുപക്ഷെ നല്ലൊരു കാര്യം നമ്മളോ ഒരു പാർട്ട്ണറോടോ നമ്മുടെ കുടുംബത്തിലോട് നല്ല രീതിയിൽ സംസാരിക്കണം നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത്, ഓ എന്തെന്ന് നാളെ പറയാവുന്നതല്ലേ ഉള്ളൂ. ഇന്ന് അവരൊരു നല്ല ചായ ഉണ്ടാക്കിയാൽ, അവർ നല്ലൊരു കാര്യം നമുക്ക് നല്ലൊരു ഫുഡ് ഉണ്ടാക്കിയാൽ നമുക്ക് പറയാവുന്ന കാര്യം ഉണ്ടാകും. ആ ഫുഡിനെ കുറിച്ച് അപ്രിഷിയേറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ അത് കൂടുതൽ ബെറ്റർ ആക്കാണ്ടെന്നുണ്ടെങ്കിൽ ആ കമ്മ്യൂണിക്കേഷൻ അവിടെ തുടരാം. നമ്മൾ പറയും എന്താ, ഇന്ന് നമ്മൾ പിറ്റേന്ന് നമ്മളൊരു കറി കൂട്ടി, ഇന്നലത്തെ കറി കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു കേട്ടോ, അപ്പൊ അത് ഇന്നലെ പറഞ്ഞിരുന്നോ? ഇല്ല, ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഇതൊക്കെ അവർക്ക് ചെയ്യേണ്ട ഡ്യൂട്ടിയാണ് എന്നാണ് നമ്മൾ എല്ലാവരും കരുതി വെച്ചിരിക്കുന്നത്. അപ്പൊ വീട്ടിലാണെങ്കിലും അപ്രിഷിയേറ്റ്, ഇതൊക്കെ ഇമ്മോർട്ടാലിറ്റി പ്രോജക്റ്റ് കൊണ്ടാണ് നമ്മൾ ഇതൊന്നും അപ്രിഷിയേറ്റ് ചെയ്യാത്തത് എന്നാണ് പറയുന്നത്. ഇന്ന് അപ്രിഷിയേറ്റ് ചെയ്യണമെങ്കിൽ ഇന്ന് അപ്രിഷിയേറ്റ് ചെയ്യുക. അവര് ചെയ്ത ഓരോ കാര്യങ്ങളും ഉയർത്തി കാണിക്കുക. നമ്മൾ പരസ്പരം ചെയ്യേണ്ടതാണ്. കുട്ടികളാണെങ്കിൽ പോലും ഇന്ന് അവർ നല്ല രീതിയിൽ, ഇന്ന് ചിലപ്പോൾ അവർ തെറ്റായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലും അതിനെക്കുറിച്ച് അവരുമായിട്ട് സംസാരിച്ച് ക്ലാരിറ്റി കൊടുത്തതിന് ശേഷം ഇനി മുന്നോട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് ഇന്ന് പറഞ്ഞു കൊടുക്കണം എന്ന് ആഗ്രഹിക്കുമ്പോൾ അത് നാളത്തേക്ക് മാറ്റി വെക്കാതിരിക്കുക. ഒരു പക്ഷെ നിയമങ്ങൾ പോലും ഈ ഇമ്മോർട്ടാലിറ്റി പ്രോജക്റ്റിന്റെ പിന്നാലെയാണ് എന്നാണ് പഠനങ്ങൾ പോലും പറയുന്നത്. നമ്മുടെ കേസുകൾ, കോടതിയിൽ നടക്കുന്ന കേസുകൾ പോലും അതല്ലേ നടക്കുന്നത്. എത്ര തരം കേസുകളാണ് അവിടെയൊക്കെ ഉള്ളത്. അതിനൊന്നും ഒട്ടും തീർപ്പില്ലാതെ ഈ വ്യക്തി ആ കേസ് തീരുന്നത് വരെ ജീവനോടെ ഇരിക്കും എന്ന് ചിന്തിക്കുന്ന രീതിയിലാണ് നിയമങ്ങൾ നമുക്ക് മുന്നിൽ ഉള്ളത്. പക്ഷെ ഇതൊക്കെയാണെങ്കിൽ നമുക്ക് ഇതിൽ എന്ത് ചെയ്യാനാവും? ഒരുപക്ഷെ ആ പത്രവാർത്ത, കഴിഞ്ഞ ദിവസം മരണപ്പെട്ട പത്രവാർത്ത കണ്ടപ്പോഴാണ് പേപ്പറിൽ മറ്റൊരു കോളത്തിൽ ഒരു വാക്യം കൂടി എഴുതിയിരിക്കും, ഇനി മുതൽ ഇത്തരം വ്യക്തികളെ ഹോസ്പിറ്റലിലോ പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും എത്തിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയെ പിന്നീട് ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ ഒരു നിയമ പ്രശ്നങ്ങളും ഉണ്ടാകില്ല എന്ന് നമുക്ക് നിയമം ഉറപ്പ് നൽകിയിരിക്കുന്നു എന്ന് കൂടി സൈഡിൽ ഒരു കോളം കൊടുത്തിട്ടുണ്ട്. കാരണം പലപ്പോഴും ആൾക്കാർ ഇതിൽ ഇതിന്റെ പിന്നാലെ നിയമവുമായിട്ട് കെട്ടിത്തിരിയേണ്ടി വരും എന്ന് ഓർത്തിട്ടാണ്. അതൊരു ഭയമാണ്, അതൊരു ഫിയറാണ്. ആ ഫിയറിന് പിന്നാലെ ആയതുകൊണ്ടാണ് പലപ്പോഴും നമുക്കത് ചെയ്യാൻ കഴിയാതെ പോകുന്നത്.
നമ്മുടെ കൂടെ ഇപ്പൊ കഴിഞ്ഞ ഒരു എപ്പോഴും യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ മുന്നിലിരിക്കുന്ന അല്ലെങ്കിൽ കുറച്ച് പേര് ഇരിക്കുമ്പോൾ ഒരു ഗ്രൂപ്പ് ആയിട്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നതെങ്കിൽ ഒരു എന്തെങ്കിലും ഭക്ഷണം ഒരു സ്വീറ്റ്സ് ഒക്കെ ഷെയർ ചെയ്യുന്ന സമയത്ത് ആ കുറച്ച് പേര് ഇത് ഷെയർ ചെയ്യുന്നത് പലപ്പോഴും കാണാറുണ്ട്. ഒരു ബസ്സിലാണെങ്കിൽ കുഴപ്പമില്ല, ഒരു പക്ഷെ അങ്ങനെയാണ് നമ്മൾ ഇരിക്കുന്നത് പോലും. പക്ഷെ ഒരു ട്രെയിനിൽ ഇരിക്കുമ്പോൾ ഒരുപാട് വ്യക്തികൾ ആ ക്യാബിനിൽ ഉണ്ടാവും. പക്ഷെ നമ്മൾ പലപ്പോഴും അവരോടൊന്നും കഴിക്കുന്നു എന്ന് ചോദിക്കാറുണ്ടോ? ഇല്ല, നമ്മളിപ്പോ ചോദിക്കാറില്ല. കാരണം അവിടെ നമുക്ക് നമ്മുടെ ബന്ധങ്ങളെ കുറിച്ച് മാത്രമേ ഉള്ളൂ. ഒരു പക്ഷെ അന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും പല സ്റ്റോപ്പുകളിൽ ഇറങ്ങിപ്പോയാൽ അടുത്ത മൊമെന്റ് എനിക്ക് സംഭവിക്കാൻ പോകുന്നത് ഇത് സംരക്ഷകരായിട്ട് വരുന്നത് തൊട്ടടുത്തിരിക്കുന്ന വ്യക്തികളായിരിക്കാം. അപ്പൊ ചെയ്യേണ്ടത് അത് മാത്രമാണ്. അപ്പൊ നമ്മളൊരു ഭക്ഷണം കഴിക്കുമ്പോൾ പോലും അടുത്ത മൊമെന്റിൽ അല്ലെങ്കിൽ അത് അവരെ കൂടി കൺസിഡർ ചെയ്യുക. അതായത് ഇമ്മോർട്ടാലിറ്റി പ്രൊജക്ട് പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. നമുക്ക് അമരത്വം എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ അതിന്റെ ഉള്ളിൽ മനുഷ്യത്വം കുടുങ്ങി പോകുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് എന്നാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഇപ്പോൾ നമ്മുടെ മുന്നിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഓഫീസിൽ ഒരു ഫയൽ എത്തിക്കഴിഞ്ഞാൽ അത് അന്നേ ദിവസം ചെയ്ത് തീർക്കാനുള്ളതാണെങ്കിൽ നാളെ ഞാൻ ഇല്ലെങ്കിൽ അവര് പറയേണ്ടത് എന്താണ്? ഇന്നലെ വരെ സാർ എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ ആ വ്യക്തി ആ മാഡം അങ്ങനെ എല്ലാവരും അങ്ങനെ ഉദ്ദേശിക്കുകയാണ്. അപ്പൊ അവരെല്ലാം ഇന്നലെ വരെയുള്ള എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്തിട്ടാണ് അവർ പോകാറുള്ളത്. ഓരോ ദിവസത്തെ കാര്യം അന്നന്ന് ചെയ്തു തീർത്തിട്ടേ അവർ പോകാറുള്ളൂ. അല്ലെങ്കിൽ അതിന് അവർ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട് എന്ന് പറയുന്ന എത്ര വ്യക്തികളെ നമുക്ക് മുന്നിൽ കാണാൻ കഴിയും. ഒരു പക്ഷേ നമ്മൾ നാളെ ഇല്ലെങ്കിൽ നമ്മളിലൂടെ പോകാൻ എളുപ്പം പോകുമായിരുന്ന ഒരു ഫയൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ പല മേശകളിലും കൂടി കടന്നുപോയി അതിനെ എത്ര ഡിലേ വരുത്തി പോകും എന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ നമുക്കത് ചെയ്യാമായിരുന്നു. അപ്പോ ആ നിമിഷത്തിൽ ചെയ്യേണ്ട കാര്യം ഇൻ ദ മൊമെന്റ് ഇപ്പൊ എനിക്ക് ഇത് ആവശ്യമാണെങ്കിൽ ഇത് അവർക്ക് ഒരുപാട് ഉപകാരമുള്ള കാര്യമാണെങ്കിൽ എനിക്കിത് ചെയ്തു കൊടുക്കാമായിരുന്നു എന്ന് മറ്റൊരു ലോകത്ത് പോയി എന്ന് ചിന്തിച്ചിട്ട് കാര്യമൊന്നുമില്ല എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്തുന്നത്. ദാ ഇന്ന് ലാസ്റ്റ് മെഡിറ്റേഷനിൽ പോലും അബ്ദുൾ റസാഖ് സാറ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് ഇന്നത്തെ എന്റെ ദിവസത്തിൽ എനിക്ക് ആവശ്യമുള്ള എല്ലാ പാതകളും തുറന്നു തരാൻ എനിക്ക് കാണാൻ കഴിയുമാറാകട്ടെ എന്നാണ്. അല്ലെങ്കിൽ ഇത് കാണാൻ കഴിയും എന്നുള്ളത് പ്രതീക്ഷയോട് കൂടിയിട്ടാണ് അദ്ദേഹം മെഡിറ്റേഷൻ നിർത്തിയത്. ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. അതായത് നമ്മൾ ഇന്ന് ചെയ്ത മെഡിറ്റേഷൻ ഇന്നത്തെ ദിവസം സമ്പന്നമാക്കാനുള്ളതാണ്, അല്ലാതെ ഇനി വരുന്ന ഭാവിയോ ഫ്യൂച്ചറോ നന്നാക്കാനുള്ളതല്ല. ഓരോ ദിവസവും നമ്മൾ ബെറ്റർ ആക്കണമെങ്കിൽ ഇന്ന് ചെയ്യേണ്ടത് എന്തിനാണ് എക്സസൈസ് ചെയ്യുന്നത്? ഇന്ന് നമ്മുടെ ബോഡി ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഇന്ന് എക്സസൈസ് ചെയ്തത് കൊണ്ട് അല്ലെങ്കിൽ നാളെ അടുത്ത ഒരു 10 ദിവസം നമുക്ക് ബെറ്റർ ആയിട്ട് ഇരിക്കും എന്ന് ഒരു ഉറപ്പുമില്ല. ഇന്ന് ചെയ്യുന്നതെല്ലാം ഇന്നത്തെ ദിവസത്തിന് വേണ്ടിയുള്ളതായിരിക്കണം. നമ്മൾ എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കുന്ന ആ ദിവസത്തേക്ക് വേണ്ടിയിട്ടല്ലേ? പിറ്റേന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതും ആ ദിവസത്തേക്ക് വേണ്ടിയിട്ടല്ലേ? അല്ലാതെ ഇന്ന് കഴിക്കുന്ന ഭക്ഷണം അടുത്ത ഒരാഴ്ചത്തേക്കുള്ളതാണോ? അല്ല. അപ്പൊ അത്തരത്തിലുള്ളതായിരിക്കണം നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതായത് നമ്മുടെ മുന്നിൽ ഒരു വ്യക്തി ഒരു ആവശ്യമായിട്ട് വരുമ്പോൾ നമുക്ക് അവര് ചിലപ്പം വലിയൊരു തുകയാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ കയ്യിൽ ആ സമയത്ത് എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്നോർത്ത് ആ സമയത്ത് ഞാൻ നാളെ ചെയ്യാം എന്ന് പറയുന്നതിന് പകരം ഇപ്പൊ എന്റെ കയ്യിൽ എഴുതാനുള്ളത് നോക്കട്ടെ മറ്റെന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഞാൻ ചെയ്യാം എന്ന് നമുക്ക് പറയാം. പക്ഷെ നമ്മളിത് ചെയ്യുന്നുണ്ടോ? ഈ സമയത്ത് നമ്മൾ ചിന്തിക്കുന്നത് നാളെ അവർക്ക് അങ്ങനെ രീതിയിൽ സഹായിക്കാം എന്ന് പറയുന്നത് പോലെ ചില സമയത്ത് നമുക്ക് ഫിനാൻഷ്യലി സഹായിക്കാൻ കഴിയില്ലെങ്കിൽ നമ്മുടെ വാക്കുകൾ കൊണ്ട് നമ്മുടെ പ്രവർത്തികൾ കൊണ്ട് നമുക്ക് അവരെ സംരക്ഷിക്കാൻ കഴിയും. ഒരു പക്ഷെ നാളെ നമ്മൾ ഇന്ന് ഇത് ചെയ്തു കഴിയുമ്പോൾ നാളെ നമ്മെ ഭൂമിയിൽ ഇല്ലെങ്കിൽ അവർ പറയാൻ പോകുന്നത് ഇന്നലെ എനിക്ക് അവരിത് ചെയ്തു തന്നു എന്നുള്ളതാണ്. അപ്പൊ ഇന്ന് എനിക്ക് ചെയ്യാമായിരുന്ന പല കാര്യങ്ങളും ഞാൻ ചെയ്തുവോ എന്ന് ചിന്തിക്കേണ്ട സമയം ആയിരിക്കുന്നു എന്നർത്ഥം. അതായത് ഒരു ഓൾഡ് ഏജ് അല്ലെങ്കിൽ ഒരു സമയം ഒരു വയസ്സ് കഴിയുമ്പോഴല്ല നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും ചിന്തിക്കേണ്ടത്. ആ ഒരു സമയം എത്തുന്നത് വരെയുള്ള ഒരു ജീവിതം അല്ലെങ്കിൽ ആ ഒരു ഡെത്ത് എന്ന് പറയുന്ന ഒരു ഫാക്ടർ വരെ ഉള്ള ഒരു ജീവിതം എന്ന് പറയുന്നത് ഓരോ ദിവസത്തെയും ഓരോ മൊമെന്റിനെയും കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. ഇപ്പൊ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പോലും നമുക്ക് നമ്മുടെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങളും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച പല കാര്യങ്ങളും നമ്മുടെ മുന്നിൽ വന്നിട്ടുണ്ടാവും. അത് ആസ് ഏർലി ആസ് പോസിബിൾ എത്ര പെർസെന്റേജ് ഞാൻ ചെയ്തു എന്നതിലുപരി ഞാനിത് ചെയ്തു എന്ന് ഉറപ്പിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയുക എന്നുകൂടി ഇമ്മോർട്ടാലിറ്റി പ്രോജക്റ്റ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കാരണം ലൈഫിന് എപ്പോ വേണമെങ്കിലും ഫുൾ സ്റ്റോപ്പ് വരാം. അത് എനിക്ക് നിങ്ങൾക്ക് എന്നുള്ളതോ വയസ്സ് എന്നുള്ളതോ ഒന്നും വിഷയമല്ല. ആ എൻഡ് വരുന്ന സമയത്ത്
ആ സമയങ്ങളിൽ നമ്മൾ മറ്റൊരു ലോകത്തേക്ക് പോയാൽ എനിക്കിത് അന്ന് ചെയ്യാമായിരുന്നു എന്ന് തോന്നാതിരിക്കാൻ വേണ്ടിയെങ്കിലും നമുക്ക് ചെയ്യാൻ എന്തെല്ലാം സാധിക്കും അതെല്ലാം ചെയ്ത് പൂർത്തീകരിക്കുക എന്ന് നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഒരുപാട് കാലങ്ങളായിട്ട് നമ്മളുമായിട്ട് പിണങ്ങിയിരിക്കുന്ന വ്യക്തികളോ സുഹൃത്തുക്കളോ കുടുംബ ബന്ധങ്ങളോ ഉണ്ടായിരിക്കാം. നമ്മൾ പലപ്പോഴും പലതും ചിന്തിക്കുന്നത് അവരന്ന് അങ്ങനെ ചെയ്തു, മേ ബി നമ്മൾ അതൊരു ബുദ്ധിമുട്ട് ചിന്തായുമായിരിക്കാം. പക്ഷെ ഇന്ന് ഞാനിപ്പോ ഭൂമിയിലുണ്ട്, എനിക്ക് അവരുമായിട്ട് ഒന്ന് സംസാരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ഈഗോ അവിടെ വർക്ക് ചെയ്യും. അപ്പോ സമയത്ത് നമ്മൾ അതിന്റെ ആവശ്യമില്ല, ഞാൻ അങ്ങനെ താന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ചെയ്തു കൊടുത്താൽ അത് എനിക്കാണോ അവർക്കാണോ ഗുണം എന്ന് ചിന്തിക്കേണ്ട സമയമായി. അങ്ങനെ ചിന്തിക്കുമ്പോൾ അതുകൊണ്ട് എനിക്ക് ആശ്വാസം കിട്ടുമെങ്കിൽ നാളെ എന്നതിന് പകരം ഒരു ഇമ്മോർട്ടാലിറ്റി പ്രോജക്റ്റിന് പിന്നാലെ പോകാതെ ഇന്ന് എനിക്കത് ചെയ്തു, ഞാനത് ചെയ്തു, എനിക്ക് ഉറപ്പിക്കാം. അപ്പോ അവരോടൊരു സോറി പറയാൻ നമുക്കുണ്ടെങ്കിൽ അത് ഇന്ന് പറയുക, നാളത്തേക്ക് മാറ്റി വെക്കാതിരിക്കുക. നാളത്തേക്ക് മാറ്റി വെക്കേണ്ടത് മാത്രം മാറ്റി വെക്കുക, ഇന്ന് ചെയ്യാനുള്ളത് എല്ലാം ചെയ്തു തീർക്കുക. എന്തിനേറെ പറയും, നമ്മുടെ വീട്ടിലുള്ള ഷെൽഫിലിരിക്കുന്ന പാത്രങ്ങളും ബെഡ്ഷീറ്റുകളും ഒക്കെ നോക്കിയാൽ ആരോ വരുന്നത് പോലെ നമ്മൾ പക്ഷെ വീട്ടിൽ ഉപയോഗിക്കുന്നതോ ഏറ്റവും പഴകിയ ഒരുപാട് ഉപയോഗിച്ച് പഴകിയ പാത്രങ്ങളൊക്കെയാണ്. നമ്മൾ എപ്പോഴും ഓടുന്നത് ഇമ്മോർട്ടാലിറ്റി പ്രോജക്റ്റിന് പിന്നെയാണ്. കാരണം ഞാൻ ഇന്ന് ഒരുപാട് കാലം ജീവിക്കും. അപ്പോ എന്റെ വീട്ടിൽ അന്നേരം വരുന്ന സമയത്ത് ഇതൊക്കെ ഉപയോഗിക്കേണ്ടേ. നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാനുള്ള കാര്യങ്ങൾ തന്നിട്ട് പോലും നമ്മൾ അതൊന്നും ഉപയോഗിക്കാതെ ഒരു പാക്കറ്റിലാക്കി മാറ്റി വെച്ചിരിക്കുകയാണ്. അതൊന്നും മാറ്റി വെക്കണ്ട എന്നല്ല പറയുന്നത്. ഇത് മാറ്റി വെച്ചിട്ട് നിങ്ങളിപ്പോ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന കാര്യത്തെ കുറിച്ചാണ്. ഒരു ഷോപ്പിംഗ് ഇപ്പോ ഒരു പക്ഷെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഓടിപ്പായുന്നത്, എവിടെ തിരിഞ്ഞു നോക്കിയാലും ഏറ്റവും കൂടുതൽ തിരക്ക് കാണുന്നത് ഈ ടെക്സ്റ്റൈൽ ഷോപ്പിലാണ്. എന്താണ് അവിടെ നടക്കുന്നതെന്ന് അറിയാൻ നിങ്ങളൊന്ന് വെറുതെ ഒന്ന് വിസിറ്റ് ചെയ്ത് പോയി നോക്കും. ഒരു സാധനം വാങ്ങാൻ കയറിയാൽ അവിടെ ഒരുപാട് ഫ്ലോറുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ടെക്സ്റ്റൈൽ ഷോപ്പിൽ. ഇപ്പൊ അങ്ങനെയാണ് ടെക്സ്റ്റൈൽ ഷോപ്പൊക്കെ, ഒരുപാട് ഫ്ലോറുകളാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും വെറുതെ ഒന്നും അല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ, ഞാനാണെങ്കിൽ ചിന്തിക്കാറുണ്ട്, ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ചെയ്യാറുണ്ട്, ഒന്ന് വെറുതെ അവിടേക്ക് ഒന്ന് പോയി നോക്കാം. അവിടെ പോയി നോക്കുമ്പോഴാണ് നമുക്ക് ഇത് ഇത്ര വിലയുള്ളൂ, ഇത് ഇന്ന് കിട്ടില്ല, അപ്പൊ ഇതിപ്പോ വാങ്ങും. എന്നാൽ കഴിഞ്ഞ ഓണത്തിന് വാങ്ങി വെച്ച സാധനം പോലും ഇന്ന് നമ്മുടെ അലമാരയിൽ ഭദ്രമായിട്ട് ഇരിപ്പുണ്ടാവും. അത് ശരിക്കും പോലും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിക്കണം. അതേപോലെ ഇന്ന് എനിക്ക് ഈ വിലയേ ഉള്ളൂ എങ്കിൽ ഇതുപോലെ ഒരു എണ്ണം തൊട്ടടുത്ത ആൾക്കാർക്ക് വാങ്ങിക്കൊടുക്കണം ഞാൻ ആഗ്രഹിച്ചിരുന്നു, മറന്നുപോയി എന്ന് പറയുന്ന ഒരു അവസ്ഥ നമുക്ക് വരുന്നുണ്ട്. അതിന് പകരം ഇതിപ്പോ ഈ വിലയ്ക്ക് കിട്ടുമെങ്കിൽ ഇത് എന്റെ കയ്യിലുള്ള ഈ ഫിനാൻസ് വെച്ച് എനിക്കിപ്പോ ഈ ഒരു കാര്യം കൊണ്ട് എനിക്ക് മറ്റൊരാൾക്ക് അതൊരു സഹായമായി കൊടുക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു. കാരണം ഒരു വസ്ത്രം വാങ്ങുന്ന സമയത്ത് അതിനൊപ്പം ഇപ്പൊ നമുക്ക് ഇഷ്ടം പോലെ ഏത് വിലയ്ക്ക് പോലും നമുക്ക് വസ്ത്രങ്ങൾ അവൈലബിൾ ആകുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് മുന്നിലുള്ളത്. അങ്ങനെ എനിക്ക് കൂടെയുള്ള ഒരാൾക്ക് കൊടുക്കാമായിരുന്നു എന്നുള്ള ചിന്ത ചെയ്യുമ്പോൾ ഇന്ന് ഞാനത് ചെയ്തു എന്നൊരു സന്തോഷത്തിലേക്ക് നമ്മൾ മാറും. അപ്പൊ ഇമ്മോർട്ടാലിറ്റി പ്രോജക്റ്റിൽ നിന്നും പിന്മാറേണ്ട സമയമായി. ഞാൻ നാളെ അല്ലെങ്കിൽ ഇത്ര കാലം ജീവിക്കും എന്നതിനൊപ്പം അപ്പുറം ഇപ്പൊ ഞാൻ ഇന്ന് ജീവനോടെയുണ്ട്, നാളെ എന്തായിരിക്കും എന്ന് പറയുക എന്ന് എനിക്കറിയില്ല. ഇത് കേൾക്കാനും ബിമാജിന്റെ ക്ലാസ്സിൽ പങ്കെടുക്കാൻ ഞാൻ ഉണ്ടാവുമോ, ഇത് കേൾക്കാനും ഇത് ആവശ്യമായ നോളജ് എനിക്ക് എടുക്കാൻ കഴിയുമോ എന്ന് ചിന്തിക്കുന്നതിലുപരി ഇതുവരെ നേടിയത് വെച്ച് ഞാൻ എന്തെല്ലാം മാറ്റങ്ങളാണ് ചെയ്തത്, ഇന്നത് കേട്ടതിന്റെ പേരിൽ ഒരു സ്റ്റെപ്പ് ഞാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ടോ എന്ന് ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു എന്ന് പറയുന്നു. അതിന് നമുക്ക് ഏറ്റവും എളുപ്പമുള്ള ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇതെല്ലാം എഴുതി വെക്കുക എന്നുള്ളതാണ്. എഴുതി വെച്ചിട്ട് ഇന്ന് കേട്ടതിൽ നിന്നും ഒരു പടി, ഒരു സ്റ്റെപ്പ് എന്നെങ്കിലും എനിക്ക് മുന്നോട്ട് വെക്കാനായാൽ ഞാൻ ഇനി ജീവിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഇന്നത്തെ ദിവസം ആരോഗ്യത്തോടു കൂടി മുന്നോട്ട് പോകാൻ ഇന്ന് ഞാൻ എന്ത് എക്സസൈസ് ഞാൻ ചെയ്തു എന്ന് ചിന്തിക്കണം. ഇന്ന് ചെയ്താൽ ഇന്നത്തെ ബോഡി ഫങ്ഷന് വേണ്ടി അത് മുതൽക്കൂട്ടാവും. ഇന്നത് ചെയ്തില്ലെങ്കിൽ ഇന്നത്തെ ഒരു കടമായിട്ട് അവിടെ ബാക്കി കിടക്കും. പിന്നെ ബോഡിക്ക് ഉള്ളിലുള്ള ഈ പ്രശ്നങ്ങളൊന്നും നമുക്ക് കാണാൻ പോലും കഴിയുന്നില്ല. പക്ഷെ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി നമുക്ക് ഒരുപാട് ഇൻഡിക്കേഷൻസ്, ഒരുപാട് സൂചനകൾ നൽകുന്നുണ്ട്. ചില സമയങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ചില ബോഡി പാർട്സുകൾ നമുക്കൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുമ്പോൾ
അവിടെ നമ്മൾ ചെയ്യേണ്ടത് നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഓരോ കാര്യങ്ങളും അന്നന്ന് പൂർത്തീകരിക്കേണ്ടത്, അന്ന് ചെയ്യാമായിരുന്നത് ഇന്ന് ചെയ്യാമായിരുന്നത് ഒക്കെ ഇന്ന് തന്നെ ഞാൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ, അതിലേക്ക് വരാൻ ഉള്ള മറ്റൊരു പ്രോസസ്സ് എന്ന് പറയുന്നത്, ദിവസവും ഉറങ്ങുന്നതിന്റെ മുന്നേ നിങ്ങളൊരു ബെഡിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇന്ന് ഞാൻ ചെയ്തു തീർത്ത കാര്യങ്ങൾക്ക് നന്ദി പറയുക. ഒപ്പം ഇന്ന് എനിക്ക് ചെയ്യാമായിരുന്നിട്ടും ഞാൻ ചെയ്യാതെ പോയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിൽ ഒന്ന് ഓർത്തെടുക്കുക. അത് ഇന്ന് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിന് നമുക്ക് സോറി പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു ബോധത്തിലേക്ക് കൊണ്ടുവന്നതിന് നന്ദി പറയുന്നുകൊണ്ട്, നാളെ ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടാകുമ്പോൾ ആദ്യം ചെയ്തു തീർക്കുന്നത് അതായിരിക്കും എന്നൊരു തീരുമാനത്തോടു കൂടി ഉണർന്നെഴുന്നേൽക്കുക എന്ന് കൂടി ഇമ്മോർട്ടാലിറ്റി പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തും. ഒരു പക്ഷേ നമ്മൾ മനുഷ്യന്മാരാണ്, തീർച്ചയായിട്ടും ഇന്ന് ചെയ്യേണ്ട ചില കാര്യങ്ങൾ നമ്മൾ മറന്നു പോകുമ്പോൾ അത് നാളെ ചെയ്തു തീർക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പ്രപഞ്ചത്തിനോട് പറഞ്ഞതിന് ശേഷം ഉറക്കത്തിലേക്ക് പോവുക. കാരണം ഇന്നത്തെ കാര്യങ്ങൾക്ക് ഇന്ന് തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇന്ന് ഫോൺ വിളിക്കണം എന്ന് വിചാരിച്ചപ്പോ, അല്ലെങ്കിൽ ഞാനിപ്പോ എന്റെ ഏതെങ്കിലും ആളോട് വിഷമിച്ചിട്ട് അല്ലെങ്കിൽ പ്രയാസപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ അവരെ വിളിച്ച്, നിങ്ങൾക്കത് ബുദ്ധിമുട്ടുണ്ടാകും, നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, അല്ലാതെ നിങ്ങൾ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനല്ല നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ഒരു ഈഗോ ആണ് അത് എന്നെ പിടിച്ചു നിർത്തുന്നെങ്കിൽ ആ ഈഗോയെ ഒന്ന് മാറ്റി നിർത്തി ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് മാത്രം ചെയ്ത് ഇന്ന് ഞാൻ ഇവിടെ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു അർത്ഥമുണ്ടാക്കി അതിനൊരു സിഗ്നേച്ചർ സൂചിപ്പിച്ചിട്ട് വേണം അടുത്ത ദിവസത്തിലേക്ക്, അല്ലെങ്കിൽ ഈ ഒരു ഉറക്കത്തിലേക്ക് നമുക്ക് പോകാൻ. കാരണം ഇന്നലെ ഉറങ്ങിയ പലരും ഇന്ന് ഉണർന്നെഴുന്നേറ്റിട്ടില്ല എന്ന് ഓർക്കുക. അപ്പോ എനിക്ക് ഇന്ന് എന്തൊക്കെ ചെയ്യാമായിരുന്നു എന്നൊരു ചിന്തയിലേക്ക് നമുക്ക് വരും. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളെല്ലാവരും ഇന്ന് ഉണർന്നെഴുന്നേറ്റു, പക്ഷെ ഇന്നലെ ഈ ഭൂമിയിലുള്ള എത്രയോ പേർ ഉറങ്ങാൻ കിടന്നതിന് ശേഷം ഇന്ന് ഉണർന്നെഴുന്നേറ്റിട്ടില്ല. അപ്പൊ നമുക്ക് കിട്ടിയ ഈ ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. എനിക്ക് ഇന്ന് ഞാൻ എന്തെല്ലാം ചെയ്ത് തീർക്കേണ്ടതായിരുന്നു എന്ന് ചിന്തിക്കുമ്പോൾ അതെല്ലാം ചെയ്തു തീർക്കാൻ ഇന്നത്തെ ദിവസത്തിൽ എന്തെല്ലാം കഴിയും എന്നോർത്ത് അതിനെക്കുറിച്ച് ഒരു ലിസ്റ്റ് തയ്യാറാക്കുക. അത് എത്രയും പെട്ടെന്ന് ചെയ്തു തീർക്കാനുള്ള ഒരു വഴി കണ്ടെത്തുക, അത് ചെയ്തു തീർക്കുക. ബി ഹാപ്പി ടുഡേ. ഇന്ന് ഈ നിമിഷം ഇപ്പൊ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ടാവും, ഇപ്പൊ അത് ചെയ്യണം, നാളെ ചെയ്തിട്ട് കാര്യമില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഇന്ന് തന്നെ അത് ചെയ്യുക. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ലിസ്റ്റ് തയ്യാറാക്കി അതിന് പ്രയോറിറ്റീസ് കൊടുക്കുക. ഇന്ന് ഒരാളോട് ഒരു അപ്രിഷിയേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിച്ച ഇന്ന് അവർക്ക് നൽകാം. ഒന്ന് നല്ല വാക്ക്, ഒരു പുഞ്ചിരി നൽകണമെന്ന് ആഗ്രഹിച്ചാൽ അത് ഇന്ന് നൽകുക. നാളെ എന്നത് നമ്മുടെ ചിന്ത മാത്രമാണ്, ആഗ്രഹം മാത്രമാണ്. നമുക്ക് നമ്മുടെ കയ്യിലുള്ള കൺട്രോളിലെ കാര്യമല്ല ഈ ഒരു ജീവിതം എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് എൻ എൻഡ്. അതെപ്പോഴും ഓർക്കുക. അതിനൊരു ഫുൾ സ്റ്റോപ്പ് ഉണ്ട്. അതെപ്പോ എവിടെ വെച്ച് എന്നുള്ളത് ഓൾറെഡി തീരുമാനിക്കപ്പെട്ടിട്ടുള്ളതുമാണ് എന്ന് നമുക്കറിയാം. പക്ഷെ എന്നാലും നമ്മൾ ഇതിന്റെ പിന്നാലെയാണ്, ഈ ഇമ്മോർട്ടാലിറ്റി പ്രോജക്റ്റിന്റെ പിന്നാലെ. കാരണം ഞാൻ അമരത്വമുള്ളവനാണ് എന്ന് ചിന്തിച്ച് അത്തരത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തികളായിരിക്കാം നമ്മൾ. അതിൽ എന്ത് മാറ്റം ചെയ്യാനാവും? ഒരു സ്റ്റെപ്പെങ്കിലും, ഒരു ബേബി സ്റ്റെപ്പെങ്കിലും നമുക്ക് വെക്കാനായാൽ നമ്മൾ അതിൽ നിന്നും ഒരുപാട് ഉയർന്നു വരും എന്ന് കൂടി നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോ ഈ ഫിയർ ഓഫ് ഡെത്തിനെ കുറിച്ച് നമ്മൾ ഓർക്കേണ്ടതില്ല. പറഞ്ഞത് ഇത്ര മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും മരണം എന്ന് പറയുന്നത് ഒരു ഭയമുള്ള കാര്യം തന്നെയാണ്. കാരണം എന്റെ പ്രിയപ്പെട്ടവർ ഈ ലോകത്തിൽ നിന്ന് എനിക്ക് പോവുക എന്നുള്ളത് ഒരു വിഷമമുള്ള കാര്യം തന്നെയാണ്. പക്ഷെ ആ പോകുന്നതിന് മുന്നേ ഈ ജീവിച്ചിരുന്ന കാലം കൊണ്ട് ഞാൻ എന്തെല്ലാം ചെയ്ത് തീർത്തു, അല്ലെങ്കിൽ എന്തെല്ലാം എനിക്ക് ചെയ്യാമായിരുന്നു എന്ന് കണ്ടെത്തി അതിൽ എന്തെല്ലാം ഞാൻ ചെയ്ത് എനിക്ക് ചെയ്യാൻ കഴിയുമായിരുന്നു, അത് ചെയ്തില്ല എന്ന ലിസ്റ്റും കൂടി എടുത്തതിന് ശേഷം ഇനിയുള്ള നിമിഷങ്ങളിൽ എനിക്ക് ചെയ്യാൻ കഴിയുന്നത് എന്തൊക്കെയാണെന്നുള്ള ലിസ്റ്റ് ഔട്ട് ചെയ്ത് അതിന്റെ പിന്നാലെ ഒന്ന് യാത്ര തുടങ്ങി ആരംഭിച്ചു നോക്കൂ. നമുക്കെല്ലാവർക്കും അത് പുതിയ വെളിച്ചം പകർന്നു നൽകും. ഈ ഫിയർ ഓഫ് ഡെത്തിനെ കുറിച്ചും ഈ ജീവിതത്തിനെ കുറിച്ചും നമ്മൾ ആവശ്യമില്ലാതെ നടത്തിക്കൊണ്ടിരിക്കുന്ന പല ചെലവുകളിൽ നിന്നും, നമ്മുടെ ആവശ്യമില്ലാതെ ആർത്തികളിൽ നിന്നും നമ്മളെ പിന്നോട്ട് വലിക്കാൻ ഇതിന് സാധിക്കും എന്ന് ഓർമ്മപ്പെടുത്തുകയും കൂടി ചെയ്യാണ്. കാരണം ഫിയർ ഓഫ് ഡെത്ത് ഒരു അനിവാര്യമായ ഒരു കാര്യം തന്നെയാണ്. അത് എപ്പോ, ആർക്ക്, എവിടെ വെച്ച് എന്ന് പോലും നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ മുന്നിൽ ഒരു വ്യക്തി അത്തരമൊരവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ചെയ്യാമായിരുന്നു എന്ന ഒന്ന്
ചെയ്തു കഴിഞ്ഞാൽ ഒരു ആശ്വാസം നമ്മുടെ ഉള്ളിൽ നിറയും. ആ ആശ്വാസത്തിന്റെ പുറത്താണ് പിന്നീട് അങ്ങോട്ടുള്ള ജീവിതം മുഴുവൻ. എനിക്ക് ആവശ്യമുള്ളതാണോ ഇപ്പൊ ഈ ഓണക്കാലത്ത് പോലും പുറത്തേക്ക് ഇറങ്ങിയ എനിക്ക് ആവശ്യമുള്ളതാണോ ഞാനിപ്പോ വാങ്ങിക്കൂട്ടുന്നത്? ഒരു പക്ഷെ കഴിഞ്ഞ ഓണത്തിന് പോലും വാങ്ങിക്കൂട്ടിയിരിക്കുന്ന സാധനങ്ങൾ വീട്ടിൽ ഇരിപ്പുണ്ടാവും. അതുപോലും ആലോചിക്കാതെ ഞാൻ വാങ്ങുന്നത് എനിക്ക് ആവശ്യമുള്ളത് തന്നെയാണോ, അതിന് ഇത്രയും നീടുണ്ടോ, ഇതെല്ലാം അവിടെ തന്നെ ഉണ്ടാവും. നമ്മൾ ചിന്തിക്കുന്നത് ഫിയർ ഓഫ് ഡെത്ത് അല്ലെങ്കിൽ ഒരു എബിലിറ്റി ഇതൊന്നും എനിക്ക് ഇനി കിട്ടില്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ വാങ്ങിക്കൂട്ടുന്നത്. ഇതെല്ലാം അവിടെ ഉണ്ടാവും. നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ പോക്കറ്റിനനുസരിച്ച് നമ്മൾ ചെലവാക്കുക. അതിൽ നിന്നും ഒരു പങ്ക് അണ്ണന് കഴിയുമെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന അത് ആർക്കും ആകാം. നമ്മുടെ ഫാമിലിയിലാവാം, നമ്മുടെ പുറത്തുള്ള ഒരുപാട് ഓൾഡ് ഏജ് ഹോമിലോ ഷെൽട്ടർ ഹോമിലോ ഒക്കെ നമുക്ക് കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെയും ആവും. അവരും ഇന്നത്തെ ദിവസം സന്തോഷിക്കട്ടെ. ഇന്ന് ഞാനത് നൽകുമ്പോൾ അവരിൽ നിന്ന് കിട്ടുന്ന ഒരു പുഞ്ചിരി ഇന്ന് എനിക്ക് കിട്ടിയ സമ്മാനമാണ്. ഓ, ഇങ്ങനെയുള്ള സമ്മാനങ്ങൾ കൂട്ടിവെക്കാൻ നമ്മൾ തയ്യാറാവുക. നമുക്ക് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാൻ കഴിയില്ലെങ്കിൽ പോലും എക്സ്പെക്ട് തന്നെ ഒരു മുന്നൊരുക്കം നടത്തുക എന്നുകൂടി ഇമ്മോ അമരത്വമുള്ളവനല്ല വരാം. അതിനെക്കുറിച്ച് ബോധവാന്മാരാകുക. ഓരോ നിമിഷവും നമുക്ക് ചെയ്യാൻ കഴിയുമായിരുന്നത് ചെയ്തു തീർത്തിട്ടില്ലെങ്കിൽ ഇനിയുള്ള ഓരോ നിമിഷവും ചെയ്യാൻ കഴിയും എന്നുള്ളത് ചെയ്തു തീർക്കാൻ ഓർക്കുക. നാളത്തേക്ക് മാറ്റിവെക്കാതിരിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ അത് ഇന്ന് കൊടുക്കാനുള്ളത് ഇന്ന് പറയാനുള്ളത് ഇന്ന് തന്നെ പറയുക. ഇന്ന് ചേർത്ത് പിടിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ചേർത്ത് പിടിക്കുക. കാരണം നാളെ അവരുണ്ടോ എന്നുള്ളതല്ല, ഞാൻ ഉണ്ടോ എന്നുള്ളത് എനിക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. പക്ഷെ എന്റെ ഒരു സിഗ്നേച്ചർ ഈ ഭൂമിയിൽ പതിപ്പിച്ച് മുന്നോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്നത്തെ ദിവസം ഇന്ന് എനിക്ക് ചെയ്യാമായിരുന്ന കാര്യങ്ങളെ കുറിച്ച് പ്രയോറിറ്റി കൊടുക്കുക. ഇന്നത്തെ നമ്മളെയാണ് നാളെ നാം ഡിഫൈൻ ചെയ്യുന്നത്. അത് ഓർത്തുകൊണ്ട് മുന്നോട്ട് പോവുക. എന്ത് തന്നെയാലും എല്ലാവർക്കും ലൈഫ് ആസ് എൻ എൻഡ് എന്നൊരു ഓർമ്മ മനസ്സിലൊക്കെ ഉണ്ടാകട്ടെ. അതിനനുസരിച്ച് ഇന്നത്തെ ദിവസം ഇനിയുള്ള ഓരോ നിമിഷം ചെയ്തു തീർക്കാൻ എനിക്ക് എന്തെല്ലാം കഴിയും എന്നുള്ളൊരു ലിസ്റ്റ് തയ്യാറാക്കാൻ അതിനുവേണ്ടി ഒരുക്കം നടത്തുവാൻ കഴിയുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഐ ബ്ലസ് യു ഓൾ, ഐ താങ്ക് യു ഓൾ ആൻഡ് ഐ ലവ് യു ഓൾ. ഗുഡ് ഡേ. Thank you, Pravina ma'am, for the wonderful session. ഇപ്പോൾ ഫീഡ്ബാക്ക് സെഷൻ ആണ്. ഫീഡ്ബാക്ക് പറയാനായി മറ്റേ ടീം മെമ്പേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. മാജിക് മോർണിംഗ് പ്രവീണ മാം. മാജിക് മോർണിംഗ്. ഹലോ, പറഞ്ഞോളൂ. പറയൂ. മാം ഫസ്റ്റ് ഫീഡ്ബാക്ക് പറയണമെന്ന് എനിക്ക് തോന്നി. കാര്യം ഞാൻ എന്താണോ ചിന്തിക്കുന്നത് ഇപ്പോ, അതായത് നമ്മുടെ ഈ ബി മാജിക്കിന്റെ ക്ലാസ് ഇപ്പൊ ഇത്രയായി നമ്മൾ അറ്റൻഡ് ചെയ്യുന്നു, അതിനുശേഷം ഇപ്പൊ ഞാൻ എന്താണോ ചിന്തിക്കുന്നത് അതാണ് മാം ഇന്നത്തെ ക്ലാസ്. എനിക്ക് അങ്ങനെ തോന്നുന്നു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് ആദ്യമൊക്കെ നമുക്ക് അങ്ങനെയായിരുന്നു ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ അവരങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു നമുക്ക് അത് ഭയങ്കര ഇമോഷണൽ ആയിരുന്നു. പക്ഷെ ഇപ്പൊ എന്ത് പറഞ്ഞാലും നമ്മൾ വീണ്ടും ആ ആളുകളോട് സംസാരിക്കാൻ നമ്മൾ തയ്യാറാവുക. കാരണം മാം പറഞ്ഞ പോലെ ഇന്നിപ്പോ ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ട്, ഈ നിമിഷം ജീവിച്ചിരിക്കുന്നുണ്ട്, അടുത്തത് ഞാൻ ഉണ്ടാവില്ല എന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ എന്താ വെച്ചാൽ നമ്മുടെ മൈൻഡിൽ ആ ഒരു ദേഷ്യമോ കാര്യങ്ങളോ അങ്ങനെ വെച്ച് പുലർത്താറില്ല ഞാൻ. എത്ര നമുക്ക് നെഗറ്റീവ് വന്നാലും ഒരിക്കലും ഞാനത് എൻ്റെ മനസ്സിലേക്ക് ഞാൻ എടുക്കാറില്ല. ഇപ്പൊ എന്താ ഇപ്പൊ മാം പറഞ്ഞത് നമ്മുടെ വീട്ടിൽ പഴയ പാത്രങ്ങള് അങ്ങനെയൊക്കെ തന്നെയായിരുന്നു നമ്മൾ ഉപയോഗിക്കുന്നത്. അത് പിന്നെ പുതിയത് വിരുന്നുകാർക്ക് വരുമ്പോൾ അതുപോലെ ബെഡ്ഷീറ്റ്, നമ്മൾ വിരുന്ന് പോകുന്ന സമയത്ത് ആ കുട്ടികൾക്ക് നല്ല ഭക്ഷണം, അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ ബി മാജിക്കിൽ വന്ന ആ ഒരു ക്ലാസ്സുകൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പൊ ആ ക്ലാസ് കേട്ടതിന് ശേഷം ഇപ്പൊ അങ്ങനെ ചിന്തിക്കാറില്ല. നമ്മുടെ വീട്ടിൽ നമ്മളുടെ അംഗങ്ങൾക്ക് കുടുംബാംഗങ്ങൾക്ക് എന്താണോ കൊടുക്കുന്നത് അത് ബെറ്റർ ആക്കി കൊടുക്കും, അത് ഷുവറാണ്. പിന്നെ മാം പറഞ്ഞ എൻ്റെ ക്ലിനിക്കിൽ ഒരു സിസ്റ്റർ ഉണ്ട്. ആ സിസ്റ്ററുടെ ഹസ്ബൻഡ് മരണപ്പെട്ടതാണ്, ചെറുപ്പത്തിലെ മരണപ്പെട്ടു. അപ്പോൾ ഇപ്പൊ ഞാൻ നമ്മുടെ ബി മാജിക്കിന്റെ ക്ലാസ് ഞങ്ങൾക്ക് സമയമുള്ള സമയത്ത് കിട്ടുന്ന സമയത്ത് ഞങ്ങൾ കുറച്ച് നേരം ഇരുന്നിട്ട് ഞാൻ ഈ പോസിറ്റീവ് നെഗറ്റീവിന്റെ ഫുള്ള് നെഗറ്റീവ് ആയിരുന്നു. പക്ഷെ ഞാൻ എപ്പോഴും അവളേനെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യും. എപ്പോൾ പറയുമ്പോഴും ഇങ്ങനെ പറയുമ്പോൾ ഞാൻ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യും. നമുക്ക് ഇതിലത്തെ ക്ലാസ്സിന്റെ ആ ഒരു ഗുണം ഞാൻ പറയുന്നത്. അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ തന്നെ എന്തെങ്കിലും ഇത് വന്ന വേഗം ഓടി വരും, ചേച്ചി
ചേച്ചി ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പൊ നമ്മൾ അത് സൊല്യൂഷൻ അത് ക്ലിയർ ആക്കി കൊടുക്കും. അപ്പോൾ ആളിപ്പോ പറയണതാണ്, ഇപ്പൊ മാം പറഞ്ഞ ആ സെയിം ഡയലോഗ്, അതായത് ഒരു പ്രാവശ്യമെങ്കിലും ആളെന്നെ തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ ഞാൻ അന്ന് പെരുമാറിയതിനൊക്കെ എനിക്കൊരു മാപ്പ് പറയായിരുന്നു. അന്ന് പറഞ്ഞ ഒരു സൗന്ദര്യപ്പിണക്കം പോലെയൊക്കെ ഇങ്ങനെ ചില സമയത്ത് ഉണ്ടായിട്ട്, പക്ഷെ ഇപ്പോഴാണ് അത് ശരിക്കും ഓർമ്മ വരുന്നത്. ഇപ്പൊ 8 വർഷമായി, പക്ഷെ ഇപ്പോഴാണ് അവൾക്ക് അതിങ്ങനെ ഓർമ്മ വരുന്നത്. എന്നേക്കാൾ നല്ല താഴെയാണ് ആ കുട്ടി. അപ്പൊ ഇങ്ങനെ ഓർമ്മ വരുന്നത്. അപ്പൊ ഇങ്ങനെ പറയും, അപ്പൊ ഒരു പ്രാവശ്യമെങ്കിലും തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ ചേച്ചി പറയും. പക്ഷെ എന്നോട് സംസാരിക്കുമ്പോൾ ആൾക്ക് ഭയങ്കര പോസിറ്റീവാണ്, പിന്നെ ആള് ഭയങ്കര ഉഷാറാണ്. അപ്പൊ എന്താ നമ്മൾ ആ ഒരു ടൈം, ഇപ്പൊ നമ്മുടെ വീട്ടിലായാലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവാം, പക്ഷെ നമ്മളത് മൈൻഡിലേക്ക് എടുക്കാതെ ആ ഒരു നിമിഷത്തിൽ പറഞ്ഞു തീർന്നാ തീർന്നു, പിന്നെ അത് നമ്മളത് വെച്ചോണ്ടിരിക്കണ്ട. അത് നമ്മളായാലും മറ്റുള്ള ആളുകളായാലും അങ്ങനെ ചിന്തിക്കണം. എന്താണോ ഞാൻ ചിന്തിക്കുന്നത് അതാണ് ഇന്നത്തെ മാമിന്റെ ക്ലാസ്. ഞാൻ ഫസ്റ്റ് തന്നെ ഫീഡ്ബാക്ക് പറയണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. നല്ലൊരു ക്ലാസ്. താങ്ക് യു ഫോർ ദ ഫീഡ്ബാക്ക്. ഇപ്പൊ പറഞ്ഞത് കേട്ടോ. അപ്പൊ അന്ന് എനിക്ക് അങ്ങനെ അദ്ദേഹത്തിനോട് അല്ലെങ്കിൽ അവരോട് എനിക്ക് ഇങ്ങനെ പറയാമായിരുന്നു. ഞാൻ എന്തിനാണത് മനസ്സിൽ വെച്ചുകൊണ്ട് നടന്നത്. അപ്പോൾ നമ്മുടെ അതായത് എന്നെ വേദനിച്ചിട്ടുണ്ടായിരിക്കാം, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അത് അവര് ചിന്തിക്കുന്ന ഏത് രീതിയിലാന്ന് എനിക്കറിയില്ല. എനിക്ക് വേദന ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അവരെന്ത് തന്നെയാണെങ്കിലും ഞാൻ അവരെ ഒപ്പം മുന്നോട്ട് പോകാൻ, യാത്ര പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്കത് വേദനിച്ചു, എനിക്കത് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് എന്ന് ഓപ്പൺ ആയിട്ട് തുറന്നു പറഞ്ഞുകൊണ്ട് ഇനിയും അത്തരം സിറ്റുവേഷൻ ഉണ്ടാക്കാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം എന്ന് നമ്മൾ ഓപ്പൺ ആയിട്ട് എപ്പോഴും പറയുന്നുണ്ട്. നമുക്ക് മടിയാണ്, അത് നമ്മൾ ചെയ്ത് ശീലിക്കാത്തത് കൊണ്ടാണ്. അത് ചെയ്ത് ശീലിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷെ ആ ഒരു ചേർത്ത് പിടിക്കൽ നമുക്ക് സാധിക്കുന്നുണ്ട്. അത് അവർക്ക് പിന്നെ നാളെ എനിക്കത് ചെയ്യാമായിരുന്നു എന്ന് തോന്നല് വരും തീർച്ചയായും. കാരണം വി ആർ ഓൾ ഹ്യൂമൻ ബീങ്സ്. അതുകൊണ്ട് വരുന്നതിനെ കുറിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട. പക്ഷെ ഇന്ന് ചെയ്യാൻ പറ്റുമായിരുന്നു മാക്സിമം ചെയ്ത് തുടങ്ങുക, അതേ നമുക്ക് ചെയ്യാനുള്ളൂ. കാരണം നമ്മളിതൊന്നും പഠിച്ചിട്ടല്ല ഇവിടുന്ന് വരുന്നത്. പക്ഷെ ഇന്ന് കിട്ടിയ അറിവ് വെച്ചിട്ട് ഇന്ന് എന്തൊക്കെയാ ചെയ്യാൻ പറ്റും, അതിൽ ഒരുപാട് ലിസ്റ്റുകൾ ഉണ്ടായിരിക്കാം. അതിൽ ഒന്ന് ചെയ്തു എങ്കിൽ നമ്മളത് സക്സസ് ആയി എന്ന് തന്നെയാണ് അർത്ഥം. കാരണം ഒന്നും പൂർണ്ണമായിട്ടൊന്നും നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. നമുക്ക് അങ്ങനത്തെ ഒരു പെർഫെക്റ്റ് ആയിട്ട് മാറാനും സാധിക്കില്ല. പക്ഷെ അതിലെ ഓരോന്ന് 10 ഒന്ന് ചെയ്തു എങ്കിൽ വി ആർ ബ്ലെസ്ഡ്, വി ആർ സക്സസ്ഫുൾ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. താങ്ക് യു പ്രവീണ മാം. നല്ലൊരു ക്ലാസ് അല്ല മാം, കുറെ യാഥാർത്ഥ്യങ്ങൾ മാം പറഞ്ഞു. ഞാനിങ്ങനെ മാം ഇങ്ങനെ ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ കൂടി ഇങ്ങനെ കടന്നു പോകുന്ന കുറെ കാര്യങ്ങൾ അങ്ങനെ ചിന്തിക്കും. കാരണം ആ നിമിഷത്തിൽ ജീവിക്കാതെ, ആ ഒരു ദിവസത്തിൽ ചെയ്യാതെ മാറ്റി വെച്ചത് കൊണ്ടുണ്ടായ പല നഷ്ടങ്ങളെ കുറിച്ചും അതൊക്കെ ഇങ്ങനെ ചിന്തിച്ചു തരികയായിരുന്നു. ഞാൻ ഇപ്പോഴും വസ്ത്രത്തിന്റെ കാര്യത്തിൽ ഇങ്ങനെ അതായത് ഇമ്മോർട്ടാലിറ്റി പ്രോജക്റ്റ് എടുക്കുന്ന ആളാണ്. കാരണം നല്ലതൊക്കെ മാറ്റി വെച്ചിട്ട് നാളെ ഇടാം, അല്ലെങ്കിൽ വേറൊരു കാര്യത്തിന് ഇടാം എന്നൊക്കെ പറഞ്ഞിട്ട് ബെഡ്ഷീറ്റ് ആണെങ്കിലും അങ്ങനെ ചെയ്തു വെക്കുന്ന ആളെ ഇപ്പൊ ഈ നിമിഷവും അങ്ങനെ ആ ഒരു കാര്യത്തില്. പിന്നെ മറ്റുള്ള കാര്യത്തിൽ, കാരണം ഇപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം, ഇപ്പൊ ഒരു പേഷ്യന്റിനെ പോയി കാണണം, അല്ലെങ്കിൽ എനിക്ക് എന്റെ അടുത്തുള്ള ആരെങ്കിലും, അപ്പൊ ഞാൻ അത് മാറ്റി വെക്കാറില്ല, ആരെയും കൂട്ടും പിടിക്കാറില്ല. ഈ കൂട്ട് പിടിക്കുമ്പോഴാണ് നമ്മൾ അവരുടെ ടൈം കൂടെ മാറ്റി വെക്കുന്നത്. അപ്പൊ അങ്ങനെ പലതും സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഞാനിപ്പം ആ നിമിഷത്തിൽ തന്നെ ചെയ്യാറുണ്ട്. പിന്നെ ഇപ്പൊ ഈ വസ്ത്രത്തിന്റെ കാര്യത്തിലൊക്കെ ഇപ്പോഴും ഉണ്ട് എനിക്ക് അങ്ങനത്തെ കാര്യങ്ങൾ. ഞാനതൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു. അങ്ങനെ പല നഷ്ടങ്ങളും നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. നാളെ പോയി കാണാം എന്ന് പറഞ്ഞിട്ടിരുന്നുള്ള ഒരാള്, അവൻ പറഞ്ഞത് അത് സത്യം, യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഞാൻ അതാ പറഞ്ഞ്. കാരണം നാളെ മരണപ്പെട്ടു പോയി, പിന്നെ ആളിനോട് എനിക്ക് ഖേദമുണ്ടായിട്ടുണ്ട്. ഒരു വാക്കൊന്ന് സംസാരിക്കാൻ എനിക്ക് പറ്റിയില്ലല്ലോ, ഒന്ന് മിണ്ടിയാ മതിയായിരുന്നു, ഒന്ന് വിളിച്ചാ മതിയായിരുന്നു എന്ന് ചോദിച്ച അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പം ചില കാര്യങ്ങൾ മാം ഇന്ന് പറഞ്ഞപ്പോ എനിക്ക് ചില കാര്യങ്ങളിലൊക്കെ കണ്ണ് നിറഞ്ഞു പോയി, അങ്ങനെ സംഭവിച്ചു പോയ കാര്യങ്ങൾ. താങ്ക് യു മാം. കുറെ യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞു തന്നു, ഓരോ ഓർമ്മപ്പെടുത്തലുകളായിരുന്നു, നല്ലൊരു ഓർമ്മപ്പെടുത്തലായിരുന്നു മാം ഇന്നത്തെ ക്ലാസ്. ഞാൻ അതിനകത്ത് ആ മൈൻഡ്ഫുൾനെസ് ഒക്കെ വരും ഇതിനകത്തല്ലേ മാം, ഈ ഒരു ക്ലാസ്സിലല്ലേ. താങ്ക് യു മാം. ഷൈമിന പറഞ്ഞതുപോലെ ഇതൊക്കെ ഒരു ഓർമ്മപ്പെടുത്തലുകൾ മാത്രമാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യാൻ പോലെ 10 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിലൊന്ന് നമുക്ക് ചെയ്യാനായി. ദാറ്റ് വിൽ ബി ഗ്രേറ്റ്.
അത് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഇപ്പോഴും ഞാൻ പറയുന്നത്, നമ്മൾ ഓക്കെ സംഭവിച്ചു പോയി എന്നതിന് ഓർത്ത് നമ്മളെ കുറ്റപ്പെടുത്തേണ്ടതില്ല. കാരണം നമുക്കും നമ്മളുടെ കിട്ടിയ ഏറ്റവും നല്ല അറിവിന്റെ പുറത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ആ സമയത്ത് എന്റെ അറിവ് അതായിരുന്നു. പക്ഷെ ഇന്ന് എനിക്ക് ഈ ഒരു അറിവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് മൊമെന്റിൽ എനിക്ക് എന്ത് ചെയ്യാനാകും എന്ന് ചിന്തിക്കുക എന്ന് കൂടി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതാണ് ഇമ്പോർട്ടന്റ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. എല്ലാം പഠിച്ചിട്ടും അറിഞ്ഞിട്ടും അറിവ് നേടിയിട്ടും അല്ല നമ്മൾ ഈ ഭൂമിയിലേക്ക് വരുന്നത്. നമ്മൾ നമ്മുടെ അനുഭവങ്ങൾ കൊണ്ടും കേട്ടും കണ്ടും അറിഞ്ഞിട്ടാണ് ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത്. പക്ഷെ കിട്ടിക്കഴിഞ്ഞാൽ ഇന്നലെ ജീവിച്ചതിനേക്കാളും ഇന്ന് ബെറ്റർ ആക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ, അതിനൊരു പടി മുന്നോട്ടൊരു സ്റ്റെപ്പ് ഇപ്പോ ഇത് കഴിഞ്ഞാണ് നമുക്ക് എടുക്കാൻ സാധിക്കുന്നുവെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു, നമ്മൾ സക്സസ്ഫുൾ ആയി, നമ്മൾ ബെറ്റർ ആയി എന്ന് തന്നെയാണ് അതേ ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇനി എന്ത് നെക്സ്റ്റ് മൊമെന്റിൽ ചെയ്യാനാകും അതിനെക്കുറിച്ച് ഷൈമിന പറഞ്ഞതുപോലെ ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രം എനിക്കും നമുക്ക് എല്ലാവർക്കും. താങ്ക് യു മാം. താങ്ക് യു. മാജിക് മോർണിംഗ് പ്രവീണ മാം, നല്ലൊരു Magic ടോപ്പിക് Morning. തന്നെ. നമ്മൾ പ്രസന്റ് മൂമെന്റിൽ ജീവിക്കുക എന്നുള്ളത് തന്നെ, ഡു ഇറ്റ് നൗ എന്ന് പറഞ്ഞ മാതിരി നമ്മൾ എന്ത് കാര്യം ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് ചെയ്യുക. നമ്മളെ കടമകളും നമ്മളെ ഉത്തരവാദിത്തങ്ങളൊക്കെ നാളത്തേക്ക് മാറ്റി വെക്കാതെ ഇന്ന് പ്രസന്റ് മൂമെന്റിൽ പ്രസന്റ് ഡേ ജീവിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന് നമ്മൾ മറ്റുള്ളവരെ എൻകറേജ് ചെയ്യാണ്ടെങ്കിൽ ചെയ്യുക, അവരോട് നല്ലപോലെ പെരുമാറുക, സന്തോഷത്തോടെ സ്നേഹത്തോടെ പെരുമാറുക. അപ്പൊ നാളെ അത് ചെയ്യാന്നുള്ള നമ്മൾ എപ്പോഴും കുറെ കാലം ജീവിക്കുന്നുള്ള ഒരു ഇത് തന്നെയാണല്ലോ. എങ്കിലും നമുക്ക് മരണം എന്ന് പറഞ്ഞ ഒരു സംഗതി ഉണ്ട്, അതും കൂടി മനസ്സിലാക്കി മനുഷ്യത്വപരമായിട്ട് നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വളരെയധികം, അതായത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നീട്ടിവെക്കാതെ പ്രസന്റ് ഡേ തന്നെ ചെയ്തു തീർക്കാനും അതിൻ്റെ ചെയ്യാവുന്ന കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് എടുത്ത് അതിനെ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ട കാര്യങ്ങൾ, അത്യാവശ്യമായത് ആവശ്യമുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് മറ്റുള്ളവരോട് നല്ലൊരു ജീവിതം നയിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രചോദനം നൽകുന്ന ഒരു ക്ലാസ് തന്നെയാണ്. താങ്ക് യു വെരി മച്ച്. നന്നായിരുന്നു മാം. താങ്ക് യു മണിസാർ. മണിസാർ പറഞ്ഞതുപോലെ ലിവിങ് ദ പ്രസന്റ് തന്നെയാണ്, പക്ഷെ അതിനൊക്കെ ബ്ലോക്ക് ചെയ്യുന്നത് ഇത്തരം കാര്യങ്ങളാണെന്നാണ് പറയുന്നത്. അതാണ് ആ വേർഡിന്റെ പ്രത്യേകത, ഇമ്മോർട്ടാലിറ്റി പ്രോജക്ട്. നമ്മളൊക്കെ അമരത്വം ഉള്ളവരാണ് എന്നൊരു ചിന്തയിലാണ് നമ്മുടെ ഉള്ളിൽ നമ്മൾ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പോ ലിവിങ് ദ പ്രസന്റ് എന്ന് പറയുന്നതിന് പകരം ആ പ്രസന്റിനെ ബ്ലോക്ക് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് പോയിന്റ് ഔട്ട് ചെയ്തു എന്ന് മാത്രം. മണിസാർ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ലിവിങ് ദ പ്രസന്റ്. അപ്പൊ അതെന്തുകൊണ്ടാണ് സംഭവിക്കാതെന്ന് ചോദിച്ചാൽ ഇത്തരം ചില കാര്യം, ഇത്തരം ചില ടേംസ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നമ്മൾ കുറച്ചുകൂടി റിയാലിറ്റിയെ കണക്ട് ചെയ്യാൻ നമുക്ക് സാധിക്കും. അപ്പൊ ഇന്ന് ഞാൻ മെഡിറ്റേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം എന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. നാളെ, അതുകൊണ്ടാണല്ലോ എല്ലാവരും പറയുന്നത് എന്തും നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് തുടർന്നുകൊണ്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ അതിന് ബ്ലോക്ക് വരും. ഇതിന്റെയൊക്കെ കാരണം ഇതാണ്. ഇത് നാളെ ചെയ്യാം, നാളെ ഞാൻ എന്തെങ്കിലുമല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ന് ചെയ്തതിന്റെ ഗുണമാണ് നാളെ കിട്ടുക. അത് ഇന്നും നാളെയും കിട്ടണമെങ്കിൽ അത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുക എന്നാണ് ഓർപ്പിക്കുന്നത്. താങ്ക് യു. മാജിക് മോർണിംഗ്. മാജിക് മോർണിംഗ്. ക്ലാസ് കാരണം എന്റെ ജീവിതത്തിൽ ഇതുപോലെ തന്നെ അനുഭവിച്ചിട്ടുണ്ട്. കാരണം നാളെ ചെയ്യാന്നുള്ളതിൽ നീട്ടിക്കൊണ്ടു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷെ അത് നമ്മളെ ബി മാജിക്കിലൂടെ വന്നതിന് ശേഷം കുറെ മാറ്റങ്ങൾ സംഭവിച്ചു. മാഡം പറഞ്ഞ പോലെ തന്നെ മറ്റേ ഓരോ കാര്യങ്ങളും ആളുകൾ കാണാം, നാളെ കാണാം, പിന്നീട് അദ്ദേഹം മരിച്ചു പോകുമ്പോൾ പിന്നെ ശേഷം വളരെ ഖേദകരമായ അവസ്ഥകൾ വന്നു. കാരണം അന്ന് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ നാളെ പോവാന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നപ്പോൾ ഒരുപാട് സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഇന്നിപ്പോ ഈ ക്ലാസ്സിലൂടെ അത് വേഗം പ്രകടിപ്പിക്കേണ്ട ഒരു അവസ്ഥ വന്നു. ഇന്ന് എനിക്ക് എന്താ ചെയ്യാൻ പറ്റും, പ്രസന്റിൽ ജീവിക്കാമെന്ന പോലെ. അപ്പൊ അതിന്റെ സ്റ്റാർട്ടിങ്ങിന്റെ ഷോപ്പിൽ തന്നെ അപ്പൊ ചെയ്യുന്നുണ്ട്. ഇന്ന് ഓരോ ദിവസവും ഞാനത് എഴുതി വെക്കും, ഇന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നത് അത് നോട്ട് ചെയ്തിട്ട് ചെയ്ത് കറക്റ്റ് ആക്കിയ ശേഷമാണ് അത് എന്ത് ചെയ്യുക, ഓരോ ദിവസവും ഞാനത് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്, ചെയ്തത് എത്രയുണ്ട്, നാളേക്ക് പരമാവധി ഒഴിവാക്കാൻ നോക്കി ഇന്ന് എന്താ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചെയ്യാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ ക്ലാസ്സിലൂടെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. സാറത് എപ്പോഴും തുറന്നുകൊണ്ട് പോകുന്നുണ്ട്, അത് ചെയ്യുന്നുണ്ടെന്ന് കേട്ട് തന്നെ നമുക്കൊക്കെ ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോ ഞാനത് ചെയ്യുന്നുണ്ടോ,
ഇനി എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് ഇനി ഇവിടുന്ന് അങ്ങോട്ട്, അത്രേ ഉള്ളൂ. അതാണ് നമുക്ക് കിട്ടുന്ന ഒരു അവയർനെസ് എന്ന് പറയുന്നത്. ഇന്നലെ ചെയ്തില്ല, ദാറ്റ്സ് ഓക്കെ. ഇന്ന് ചെയ്യാൻ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ ബാക്കിയുണ്ട്. ചിലപ്പോൾ ഇതൊരു ഓർമ്മപ്പെടുത്തലായിരിക്കാം. അപ്പൊ ഇന്ന് എന്തൊക്കെയോ ചെയ്തു തീർക്കാനുണ്ട്, അത് എത്രയും പെട്ടെന്ന് ചെയ്യുക എന്നുള്ളൊരു യൂണിവേഴ്സിന്റെ ഒരു അവയർനെസ് നമുക്ക് നൽകുന്ന ഒരു സമയം കൂടിയായിരിക്കാം. എന്തായാലും നമുക്ക് എല്ലാവർക്കും ആ പാതയിലൂടെ ഒന്ന് സഞ്ചരിച്ച് നോക്കാം. ഒരു സ്റ്റെപ്പെങ്കിലും ഒരു സ്റ്റെപ്പ് നമുക്കൊന്ന് എടുത്തു വെച്ച് നോക്കാം, ധൈര്യത്തോടു കൂടി തന്നെ. മാം ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? മാം ഇതിന്റെ ഇടയ്ക്ക് പറഞ്ഞിരുന്നു നമുക്ക് ചില കാര്യങ്ങളിൽ അമരത്വം ആക്കാം എങ്കിലും പക്ഷെ അതിനകത്ത് മനുഷ്യത്വം കുരുങ്ങി പോകുന്നുണ്ടോ എന്ന് നോക്കുക എന്നുള്ളൊരു കാര്യം പറഞ്ഞിരുന്നല്ലോ ആദ്യം വന്ന് പറഞ്ഞ കൂട്ടത്തിൽ. അപ്പം അത് ചില കാര്യങ്ങളിൽ അതായത് നമുക്ക് ആകാമെന്ന് അതെ, അല്ല അമരത്വം ആകാം. അതെ, നമ്മളൊരു ഗോള് സെറ്റ് ചെയ്യും, നമ്മൾ തീർച്ചയായിട്ടും അവിടെ ഒരു അമരത്വം നമ്മൾ സെറ്റ് ചെയ്യാണ്, അല്ലെ? അതായത് ഞാൻ ഇത്ര അടുത്തൊരു വർഷത്തിന് വേണ്ടിയിട്ട് അടുത്തൊരു വർഷം എന്റെ ഈ ഗോള് സെറ്റ് ചെയ്യണം, എന്റെ ഈ ഗോള് പൂർത്തീകരിക്കണം. അത് നമുക്ക് വേണ്ടത് തന്നെയാണ്. അങ്ങനെയൊന്നും ഉണ്ടെങ്കിലല്ലേ നമുക്കൊരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് കിട്ടുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അവിടെ നമ്മളൊരു ഇമ്മോർട്ടാലിറ്റി പ്രോജക്റ്റ് കൊടുത്തു കഴിഞ്ഞു. പക്ഷെ അതിന് വേണ്ടിയിട്ട് ഇന്ന് ഞാൻ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇന്ന് അതിന് അടുത്തൊരു വർഷം കൊണ്ട് പൂർത്തിയാക്കേണ്ട കാര്യം ഇന്ന് ഞാൻ ചെയ്തു തീർക്കണമെങ്കിൽ ഇന്ന് അതിന് എന്തെല്ലാം സ്റ്റെപ്പുകൾ ഞാൻ എടുത്തിട്ടുണ്ട്, ഇന്ന് അതിനു വേണ്ടി ചെയ്യാൻ എന്തൊക്കെ പറ്റുമായിരുന്നു എന്നുള്ളത് ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ നേരത്തെ പറഞ്ഞു, ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ഒരു ഫോൺ കോൾ ആണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള ഒരു ധൈര്യം ആ സമയത്ത് പലർക്കും തോന്നാതിരുന്നത് അതിന്റെ പിന്നിലുള്ള ചില കാര്യങ്ങളാണ്. ഇതിന്റെ പിന്നാലെ പോയാൽ പല നൂലാമാലകൾ ഉണ്ടാകും എന്നൊരു തോന്നൽ. പക്ഷെ നെക്സ്റ്റ് മൊമെന്റിൽ എനിക്കിത് സംഭവിക്കാം എന്ന് ചിന്തിക്കും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, വീട്ടിൽ പോയി കഴിഞ്ഞാൽ കുറച്ച് എനിക്കത് ചെയ്യാമായിരുന്നു, ഞാനത് ചെയ്യാതെ തിരിച്ചു പോന്നു എന്നൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ ഇനിയുള്ള നിമിഷങ്ങളിൽ അത്തരം അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് ഒരു തോന്നലുണ്ട്. ചില സമയത്ത് അതായത് നമ്മുടെ ഉള്ളിൽ ഒരു ഇൻഡ്യൂഷൻ വരും. ആ ഇൻഡ്യൂഷൻ എന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു ദിവസം ട്രെയിനിൽ വരുന്ന സമയത്ത് ഈ ഷൊർണൂർ ട്രെയിൻ നിർത്തി. അപ്പൊ നിർത്തിയപ്പോൾ പലരും ചായ കുടിക്കുന്നു, അങ്ങനെ അപ്പൊ അടച്ചിരിക്കുന്നൊക്കെ ചായ വാങ്ങി കുടിക്കുന്നത്. അപ്പൊ അവിടെ ഒരു പാവപ്പെട്ട ഒരു വയസ്സായ ഒരു സ്ത്രീ ഇരിപ്പുണ്ട്. അപ്പൊ ഇവരെല്ലാവരും ചായ കുടിക്കുന്നതൊക്കെ ഞാൻ നോക്കുന്നുണ്ട്. അപ്പൊ എന്റെ മനസ്സിൽ അപ്പൊ തോന്നിയൊരു തോട്ട്, അവർക്കൊരു ചായ മേടിച്ചു കൊടുക്കാം എന്ന് തോന്നി. അത് എന്റെ ഉള്ളിൽ പെട്ടെന്ന് തന്ന ഒരു തോട്ടാണ്. ചിലപ്പം അവർക്കത് ആഗ്രഹം ഉണ്ടായിട്ട് അവർ എന്നിലൂടെ നടത്തണം എന്ന് യൂണിവേഴ്സ് കരുതുകൊണ്ടായിരിക്കാം. അവർക്കുള്ള ബ്ലെസ്സിങ് എന്നിലൂടെ നടത്തപ്പെടുകയായിരിക്കാം. അല്ലാതെ ഞാനത് ചെയ്തു എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല ഞാനത് പറഞ്ഞു. എന്റെ ഉള്ളിൽ പെട്ടെന്നൊരു തോട്ട് വന്നു. ഒറ്റനെ ഞാൻ എന്ത് ചെയ്തു, ഓടി ഇറങ്ങിയിട്ട് വേഗം ഒരു ചായ വാങ്ങിയിട്ട് അവർക്ക് കൊണ്ടുപോയി കൊടുത്തു. അവരതെന്ത് ചെയ്തു, ചിരിച്ചുകൊണ്ട് വാങ്ങി. ഒന്നും പക്ഷെ അവരൊരു പ്രായമായ സ്ത്രീ, അവർക്ക് ഈ താങ്ക്സ് പറയണമെന്ന് അറിയില്ല. അത് നമ്മൾ പറയും, ഓ അവരൊന്നും പറഞ്ഞു താങ്ക്സ് പോലും പറഞ്ഞില്ല എന്ന് നമ്മൾ ചിന്തിക്കും. എന്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നിയട്ടോ. അപ്പൊ അവരെ ചായ മേടിച്ചു വെച്ചിട്ട് പിന്നെ ഇങ്ങനെ ഇരിക്കുന്നത് ചോദിച്ചു, കഴിക്കാൻ എന്തെങ്കിലും വേണം. നമ്മൾ പലപ്പോഴും ചെയ്യുന്ന ഇതാണ്, എന്തെങ്കിലും കഴിക്കാൻ കൂടി വാങ്ങിക്കൊടുത്താൽ നമുക്ക് അവരുടെ അത് കംപ്ലീറ്റ് ആവും. നമ്മൾ പലപ്പോഴും ഒരാൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കും, ഒരു കുപ്പി വെള്ളം കൂടി വാങ്ങിക്കൊടുക്കണം എന്നാണ് എന്റെ ഗുരുനാഥൻ എന്നെ പഠിപ്പിച്ചത്. നമ്മൾ ഒരാൾക്ക് എന്തെങ്കിലും പാക്കറ്റ് ബിരിയാണി കൊടുത്തു എന്നിരിക്കാം, അത് കഴിച്ചു കഴിഞ്ഞാൽ വെള്ളത്തിന് അങ്ങോട്ട് പോകും, അത് ഒരു പൈപ്പിൽ നിന്ന് എടുത്ത വെള്ളം. അപ്പൊ എന്നോട് ഗുരുനാഥൻ പറഞ്ഞു, അങ്ങനെ എന്തെങ്കിലും ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് ഒരു കുപ്പി വെള്ളം കൂടി, അതിനൊരു 10-20 രൂപയെ വേണ്ടു, അത് വാങ്ങിക്കൊടുക്കണം എന്ന് പറഞ്ഞു. അതൊരിക്കലും എനിക്ക് ചെയ്യാൻ പറ്റാതെ പോയൊരു അവസരമുണ്ട്. അപ്പോ ഉടനെ ഞാൻ എന്ത് ചെയ്തു, വീണ്ടും ഓടി ഇറങ്ങിയിട്ട് അവർക്കൊരു 2-3 വാട ആ ഒരു പാക്കറ്റിലുള്ളത് വാങ്ങിക്കൊണ്ടു കൊടുത്തും അവരത് വാങ്ങി ഇരുന്ന് കഴിക്കുന്ന കണ്ടു. എനിക്കുണ്ടായ ഒരു സന്തോഷം, ആ വണ്ടിയിൽ ഇട്ട് കഴിഞ്ഞ് ഞാൻ ചിന്തിക്കാം, ഓ എനിക്ക് അവിടെ തോന്നിയിട്ട് പോലും ഞാൻ ചെയ്തില്ലല്ലോ. അപ്പൊ ഉള്ളിലൊരു ഇൻഡ്യൂഷൻ ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ചെറിയ ഇൻഡ്യൂഷൻസ് തോന്നുമ്പോൾ ആ മൊമെന്റിൽ ഇത് ചെയ്തത്. ഇത് മുന്നേ ഒരു യാത്രയിൽ ഞാൻ ഒരാൾക്ക് ഒരു ഭക്ഷണം വാങ്ങിക്കൊടുത്തു. പക്ഷെ ബസ് കയറി ബസ് യാത്ര തുടങ്ങിയപ്പോഴാണ് എനിക്ക് തോന്നിയത്, അയ്യോ ആ റോഡ് സൈഡിലുള്ള വ്യക്തിന് ഒരു കുപ്പി വെള്ളം കൂടി വാങ്ങിക്കൊടുത്താൽ. അതിന്റെ ഗുരുനാഥൻ പറഞ്ഞത് അപ്പോഴാണ് എന്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നത്. അപ്പൊ ഒരു കുപ്പി വെള്ളം കൂടി, ഇത് വെള്ളം കഴിച്ചാൽ ഇറക്കണ്ടേ, അപ്പൊ ഒരു വെള്ളം കൂടി അവർക്ക്, പ്രത്യേകിച്ച് റോഡ് സൈഡിൽ ജീവിക്കുന്നവർക്ക് ഒരു കുപ്പി വെള്ളം കൂടി വാങ്ങിക്കൊടുക്കണം എന്ന് ഓർമ്മപ്പെടുത്തി. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. അതുകൊണ്ടാണ് പിന്നീട് അവർക്ക് ആ ചായ വാങ്ങിക്കൊടുത്തപ്പോൾ ഈശ്വരൻ അവർക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണം വെറുതെ ജസ്റ്റ് ചോദിക്കാനും ഒരു തോട്ട് വന്നത്. അപ്പൊ അന്ന് ചെയ്യാൻ കഴിയാതിരുന്നത് ഇനി ചെയ്യണം എന്ന് തീരുമാനിച്ചു കൊണ്ടാണ് അത്തരം ഒരു തോട്ടിലേക്ക് വരാൻ കഴിഞ്ഞത്. അപ്പൊ ഉള്ളിൽ ഇൻറ്റ്യൂഷൻ പറയുന്നുണ്ടാവും, ഇപ്പൊ ഇത് ചെയ്യേ, ഇത് നിന്റെ ബെറ്റർ ആണ്, അതൊന്ന് ചെയ്ത് ഓ എനിക്കിത് വാങ്ങിക്കൊടുക്കാൻ ഞാൻ അന്നേരം ആലോചിച്ചു, ചെയ്തില്ല. അപ്പൊ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോഴേ നമ്മൾ അവയർനെസ്സിലേക്ക് വരുള്ളൂ. ചിലപ്പോൾ അത് അബദ്ധങ്ങളായിട്ടുണ്ടാവും,
പക്ഷെ നെക്സ്റ്റ് ടൈമും അത് നമ്മൾ ശരിയായ രീതിയിലേക്ക് കൊണ്ടുപോകും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഇൻഡ്യൂഷൻ ഏറ്റെടുക്കാൻ തയ്യാറില്ലാത്തത്? ഭയം. അയ്യോ, ഞാൻ അങ്ങനെ എന്റെ തോന്നൽ ചെയ്താൽ അത് തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ എല്ലാവരും എന്നെ ചൂണ്ടിക്കാണിക്കില്ലേ? ഇതാണ് പ്രശ്നം. അപ്പൊ ഇൻഡ്യൂഷനെ മാനേജ് ചെയ്യുക. ആ സമയത്ത് തോന്നുന്നെങ്കിൽ ചെയ്യുക. താങ്ക് യു മാം. ഇനി ആരെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് സെഷൻ വൈൻഡപ്പ് ചെയ്യാം. പ്രവീണ മാം എല്ലാ ദിവസത്തെയും പോലെ വളരെ നല്ലൊരു ഐ ഓപ്പണിംഗ് സെഷൻ ആയിരുന്നു. നമ്മൾ ഭാവിയിൽ എങ്ങനെ ജീവിക്കണം, നമ്മുടെ നാളെ പറ്റി ചിന്തിക്കാതെ ഇന്നേ പറ്റി ചിന്തിച്ച് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും, അങ്ങനെയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാം ഇന്ന് ഷെയർ ചെയ്തു തന്നു. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. ഇന്നത്തെ സെഷനിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. See you tomorrow. താങ്ക് യു